ചോദ്യത്തിലേക്ക് ശ്രീ വി ആർ അനൂപ്, തോൽക്കുന്നവരെല്ലാം കുറ്റിച്ചൂലുകളാണോ? സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ നിരവധി തവണ ജയിച്ച ഇടത്ത് തോറ്റ രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിപ്രായം എന്തായിരിക്കും? മൂന്ന് പേരാണ് അവതാരക ഉൾപ്പെടെ 4 പേരാണ് പത്മജ വേണുഗോപാലിന് വേണ്ടി സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് മതിയായ സമയം വേണം. പത്മജ വേണുഗോപാലിന് വേണ്ടിയെന്നല്ല, ഈ നടത്തിയ മോശം പരാമർശത്തിനെതിരാണ് നമ്മുടെ ചർച്ച. അല്ല, നിങ്ങൾ അതിൽ കാണുന്നത് പത്മജ വേണുഗോപാലിന് ഒരു വിക്ടിമായിട്ടാണല്ലോ. അപ്പോൾ നിങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് 4 പേരാണ്. പക്ഷേ അതിനോട് എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. തീർച്ചയായും എനിക്ക് മതിയായ സമയം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ന്യായീകരിക്കേണ്ട ഒരാവശ്യമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. BJP-യിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അതുകൊണ്ട് താങ്കൾ വളരെ പെട്ടെന്ന് താങ്കളുടെ ഭാഗം പറയുക. ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് വിയോജിപ്പുള്ള പല കാര്യങ്ങളും സുനിത ദേവദാസ് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ കൃത്യമായി പറയാം. ഇതിനകത്ത് പറഞ്ഞ 3 പേരുടെ പ്രതികരണങ്ങളോടും ഞാൻ ഒരേ രീതിയിലല്ല പ്രതികരിക്കുന്നത്. ആനി രാജ നമുക്ക് ആദരണീയയായ രാഷ്ട്രീയ നേതാവാണ്. സുനിത ദേവദാസിനോട് പലതരത്തിലുള്ള വിയോജിപ്പുകളുള്ളപ്പോഴും അവർ മാധ്യമ പ്രവർത്തകയാണ്. സുനിത ദേവദാസ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അപർണ കുറുപ്പിനെതിരെ നടത്തിയ ആക്രമണം ആര് നടത്തിയാലും അതിനെ അനുകൂലിക്കേണ്ട ബാധ്യത എനിക്കോ കോൺഗ്രസിൽ ഒരാൾക്കും ഇല്ല. അപർണ കുറുപ്പിനെ എന്നല്ല, അപ്രിയമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ സുനിത ദേവദാസ് ആയാലും ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയയാകരുത് എന്ന് തന്നെയാണ് അഭിപ്രായം. അതിലൊന്നും സംശയമില്ല. പക്ഷെ അതിന്റെ പേരിൽ സുനിത ദേവദാസ് പിന്നീട് പറയുന്നത് എന്താ? കരുണാകരന്റെ പൊളിറ്റിക്കൽ ലെഗസി എന്ന് പറയുന്നത് അത് RSSുമായി യോജിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനോട് വിയോജിക്കേണ്ടി വരും. എന്നാൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ലെഗസി എന്താ? പിണറായി വിജയന്റെ കന്നി വിജയം നിയമസഭയിലേക്ക് അദ്ദേഹം വിജയിക്കുന്നത് RSSന്റെ കൂടി വോട്ട് മേടിച്ച് കേവലം 1000-ൽ താഴെ വോട്ടുകൾക്കുള്ള വിജയത്തിൽ RSSന്റെ വോട്ട് പിന്തുണയോടുകൂടി കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് മുഖ്യധാരയിലേക്ക് നിയമസഭയിലേക്ക് പ്രവേശിച്ച ഒരാളാണ്. അപ്പോൾ അതൊന്നും പറയേണ്ട. കരുണാകരന്റെ പൊളിറ്റിക്കൽ ലെഗസിയെ കുറിച്ച് പറഞ്ഞാൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ അല്ല. ഞാൻ പറയട്ടെ, ഈ പറയുന്ന സുനിത ദേവദാസ് പറയുമ്പോഴും ആനി രാജ പറയുമ്പോഴും അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന നിയന്ത്രണം ചെയ്തിട്ടുള്ള ഞാൻ പറയാം. പിന്നെ ഈ പറയുന്ന പ്രസ്താവനയ്ക്കകത്ത് നിങ്ങളിത് രാഷ്ട്രീയ ശരിയുടെ ഉപകരണം, രാഷ്ട്രീയ ശരിയെക്കുറിച്ച് ചർച്ച ചെയ്ത് പത്മജ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊളിറ്റിക്കലായ സ്വയം നിർണയാവകാശം നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ വരുത്തി തീർക്കുന്നവർക്ക് വരുത്തി തീർക്കാൻ ഞാൻ തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പറഞ്ഞത് ഈ പറയുന്ന പത്മജ പറഞ്ഞ പ്രസ്താവനയോട് യോജിച്ചുകൊണ്ട് തന്നെയാണെന്നാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, അവകാശമൊന്നും നശിക്കില്ല. ഇത് കേരളമല്ലേ, അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ അധിക്ഷേപകരമായി തിരുത്തപ്പെടണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പായി സംഘപരിവാറിന്റെ പ്രതിനിധിയോട് സംസാരിക്കേണ്ടതുണ്ട്. ആനി രാജയ്ക്കും സുനിത ദേവദാസിനും കൊടുക്കുന്ന അതേ മറുപടി ആയിരിക്കില്ല സംഘപരിവാറിന്റെ പ്രതിനിധിക്ക് കൊടുക്കാൻ പോകുന്നത്. ഈ പറയുന്ന ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത് അവരുടെ ഇരകളെ സംരക്ഷിച്ച ഒരു ബലാത്സംഗ പരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധിയിൽ നിന്ന് മാനവികതയുടെ സ്റ്റഡി ക്ലാസ് കേൾക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അദ്ദേഹം മനുഷ്യനെ കുറിച്ചും മൃഗത്തെക്കുറിച്ചും സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ്. അപ്പോ സംഘപരിവാറിന്റെ പ്രതിനിധി അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളിൽ നിന്ന് മാനവികതയുടെ ട്യൂഷൻ ക്ലാസ് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. മറ്റു കാര്യങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിനോട് നമുക്ക് ചർച്ചയാവാം. അല്ല അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട. അല്ല, ഞാൻ പറയാണ്, നിങ്ങൾ ആദ്യമേ തന്നെ ഒരു അജണ്ട തീരുമാനിച്ച് നാളെ മുതൽ BJP-ക്കാർക്ക് പത്മജയുടെ സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് നിർമ്മാണത്തിനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ആ രീതിയിലായിരുന്നു നിങ്ങളുടെ ഒരു പ്രതികരിക്കേണ്ടിയിരുന്നത്. അത് തെറ്റാണെന്ന് പറയാൻ താങ്കൾ ഇപ്പോഴും തയ്യാറാകുന്നില്ലല്ലോ. നിങ്ങളെ അതിനെ
അല്ല, ഒരു വാചകം എടുത്തു മാറ്റി അതിന് രാഷ്ട്രീയ ശരി, ഞാൻ ഒരു വാചകവും എടുത്തു മാറ്റിയില്ല. അദ്ദേഹം പറഞ്ഞത് അതുപോലെ എഴുതി താങ്കൾക്ക് 3 or 4 തവണ വായിച്ചു തന്നു. അല്ല, അത് നിങ്ങൾ അതിന്റെ ആദ്യവും അവസാനവും എടുത്തു മാറ്റി നടുവിൽ പറഞ്ഞൊരു വാചകം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഒരു നരേറ്റീവ് നിർമ്മാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യം അതുപോലെ കാണിച്ചിട്ട് ഇപ്പോൾ ചർച്ചയിലേക്ക് വരാൻ പറ്റില്ല. എന്നിട്ട് പോലും താങ്കൾക്ക് പറഞ്ഞു തീരാൻ സമയമില്ല. ശ്രീ വി ആർ അനൂപ്, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നവരെ കുറിച്ച് ഇതാണോ അഭിപ്രായം? അതോ പുരുഷന്മാർ തോറ്റാൽ കുഴപ്പമില്ല, സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ അധിക്ഷേപിക്കും എന്നതാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യായം? ആനി രാജ മേഡമാണോ സംസാരിക്കുന്നത്? അല്ലല്ല, ഞാനാ ചോദിച്ചത്. ആരാണ് എന്നോട് ചോദിച്ചതെന്ന് എനിക്ക് വ്യക്തമായില്ല. ഞാനാണ് ചോദിച്ചത്, ആങ്കറാണ് ചോദിച്ചത്. നിങ്ങളാണോ അവതാരകൻ? ഓക്കെ. ഞാൻ പറയുന്നത്, ഈ പറയുന്ന വളരെ കൃത്യമായി വളരെ നിഷ്കളങ്കമായി സുനിത ദേവദാസിനെ പോലെ ഒരാൾ ചോദിക്കുകയാണ്, AK ആന്റണിയുടെ മകനെ കുറിച്ച് ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. AK ആന്റണിയുടെ മകനായ ഞാൻ തന്തയ്ക്ക് പിറന്നത് കൊണ്ട് കോൺഗ്രസ് വിട്ടുപോകുന്നില്ല എന്ന് അനിൽ ആന്റണി പറഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്ന ഗുലാം നബി ആസാദ് പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞ ഇതിന്റെ കാര്യത്തിൽ അവർ തന്നെ സ്വയം റദ്ദു ചെയ്തു എന്ന് പറഞ്ഞതിനെ ഒരു വാചകം മാത്രം അടർത്തി മാറ്റി സംഘപരിവാറിന് നാളെ മുതൽ ആഘോഷിക്കാനായി ഒരു സ്ത്രീത്വത്തിന്റെ കാവൽക്കാരായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയാണ് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഈ രീതിയിൽ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അത് തിരുത്താത്ത നേതൃത്വത്തിനാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. ഇത് തിരുത്തപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ചർച്ച ഉണ്ടാവില്ലായിരുന്നു. അല്ല, അത് എന്തിന് തിരുത്തപ്പെടുന്ന? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അതിന്റെ മുഴുവൻ അർത്ഥത്തിൽ പ്രദർശിപ്പിക്കാതെ നിങ്ങൾ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്താണെന്നൊക്കെ നവമാധ്യമങ്ങളിലൂടെയും ചാനലിലൂടെയും ഒക്കെ ഒരുപാട് പ്രചരിച്ചതാണ്. അതല്ലാണ്ട് ഈ ചർച്ചയിൽ മുഴുവൻ ആദ്യം മുതൽ തന്നെ താങ്കൾ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ ബി ആർ അനൂപ്, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇത് നേതൃത്വം ഇടപെട്ട് തിരുത്തേണ്ടുന്ന കാര്യമാണ് എന്ന ഗൗരവം നിങ്ങൾ കൊടുക്കുന്നില്ല. കോൺഗ്രസിന്റെ തന്നെ സമീപനമാണ്, കോൺഗ്രസിന്റെ തന്നെ സംസ്കാരമാണ് ഇത് എന്ന് നാട്ടുകാർ കണ്ടോട്ടെ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവതരിപ്പിക്കാനുള്ള പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന്റെ സ്ത്രീത്വത്തിന്റെ സംരക്ഷകരായി കേരളത്തിൽ അവതരിപ്പിക്കാൻ ചെയ്യുന്നത് അല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്നൊരു വാചകം അടർത്തി മാറ്റി ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് ബാലൻസ് ചെയ്യപ്പെടുമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് പറ്റില്ല, അത് പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു ചർച്ച. ശ്രീ ബി ആർ അനൂപ്, ഇത് തിരുത്തപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹം പിൻവലിക്കേണ്ടതാണ് എന്നൊരു പരാമർശം താങ്കൾ ഈ ഇതുവരെ നടത്തിയില്ല. നിങ്ങൾ രാഷ്ട്രീയ ശരിയെ കുറിച്ച് ചർച്ച നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനോട് മോബ് ലിഞ്ചിങ്ങിന് ആഹ്വാനം നടത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നട്ടല് സുനിത ദേവദാസ് എന്താ പറഞ്ഞ നട്ടല് ആണത്തത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് വീണ്ടും. നട്ടല് നട്ടല് ഒരു ഫെമിനിസ്റ്റ് പറയുകയാണ് ആണിന്റെ നട്ടലിന്റെ ബലമുണ്ടെങ്കിൽ അടിക്കും. ഏത് AK മറ്റവരുടെ വീട്ടിൽ ആൺമക്കളുണ്ട്. നിങ്ങൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്യല്ലേ? രാഷ്ട്രീയ ശരിയെ കുറിച്ച് അല്ല, സുനിത ദേവദാസൻ ന്യായീകരണം പറയുന്നത്. സുനിത ദേവദാസൻ ന്യായീകരണം. സുനിത ദേവദാസ് ന്യായീകരണം പിണറായി വിജയൻ RSSന്റെ വോട്ട് പറഞ്ഞു. അല്ല, സുനിത ദേവദാസ് അതൊന്നും പറയണ്ട. അവസരം വെച്ച് നീട്ടിയത് മാധ്യമങ്ങളല്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വർത്തമാനം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ആ അവസരം അവർക്ക് നൽകിയിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. നമ്മുടെ സമയം പൂർണ്ണമാകുന്നത് കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കുക, നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു